ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹീറോയുടെ സ്പ്ലെൻഡർ വണ്ടിയാണ്, പഴയ മോഡൽ വണ്ടി. സ്പ്ലെൻഡർ 2000 മോഡലാണ്. എൻ്റെ ക്ലച്ച് ഡിസ്ക് കംപ്ലൈൻ്റ് ആയിട്ടേ കിക്കർ അടിക്കുന്ന സമയത്ത് കിക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണമേ ഇത് സ്ലിപ്പായി പോവാം, ഒരു ബലത്തോടു കൂടി താന്നു പോവാം. അതാണ് എൻ്റെ കംപ്ലൈൻറ്റ്. പിന്നെ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്കൊരു ഓവർടേക്കിംഗ് ഒക്കെ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് ക്ലച്ച് താങ്ങി ഓടിക്കുന്ന ഒരു ഫീല്, അതായത് ക്ലച്ച് ഡിസ്ക് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് സ്ലിപ്പായി കൊടുക്കുന്നു. അപ്പോൾ അതും പ്രകാരം നമ്മളത് ക്ലച്ച് ഡിസ്ക് മാറ്റാൻ വേണ്ടി അയച്ചാണ്. ക്ലച്ച് ഡിസ്കും പ്ലേറ്റും കൂടി സെറ്റായിട്ടാണ് നമുക്ക് മാറേണ്ടത്. ഇതാണ് ക്ലച്ച് ഡിസ്ക്. ക്ലച്ച് പ്ലേറ്റ് എന്ന് പറയുന്നത് ഈ മെറ്റൽ പ്ലേറ്റ് 3 ക്ലച്ച് ഡിസ്ക് 4 തന്നെ, 4 ക്ലച്ച് ഡിസ്ക് 3 മെറ്റൽ പ്ലേറ്റുമാണ് തന്നെ. നമുക്ക് അഴിക്കുമ്പോൾ ഈ ഭാഗത്ത് നമുക്ക് എഞ്ചിൻ ഓയിലും കൂടി മാറ്റേണ്ട ഒരു അവസ്ഥയാണ്. എഞ്ചിൻ ഓയിൽ കൂടി മാറണം. കാരണം എന്താ വെച്ചാൽ ഈ ക്ലച്ച് ഡിസ്ക് മൊത്തത്തിൽ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ക്ലച്ച് ഡിസ്ക് സ്ലിപ്പായിട്ട് അതിനകത്ത് ഈ ഓയിലിനകത്ത് മിക്സ് ആയേക്കാണ്, അരഞ്ഞ് ചേരാന്ന് പറയും, അതിൻ്റെ ഉള്ളിലുണ്ട് അത്യാവശ്യം. അപ്പോൾ പിന്നെ ആ ഓയിൽ ഒഴിക്കണതിൽ റിസ്ക്കാണ്. കാരണം എന്താ വെച്ചാൽ ആ ഓയിലിനകത്ത് ഇത് മിക്സ് ആയേക്കണോണ്ട് തന്നെ ഓയിൽ സർക്കുലേറ്റ് ചെയ്ത് പോകുന്ന എല്ലാ ഭാഗത്തും ഈ ഇതിൻ്റെ പ്രസൻസ് ചെല്ലും. ഈ കണ്ടൻറ്റ് പോയി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പറ്റി പിടിച്ചിരിക്കും. കാരണം ഇത് ശരിക്കും ഒരു ആസ്പെറ്റോസ് മെറ്റീരിയലാണ് ഇതിനകത്ത് ക്ലച്ച് ഡിസ്കിലായിട്ട് വന്നത്. അപ്പോൾ അത് ശരിക്കും ഓയിലിൽ മിക്സ് ആവും. പിന്നെ അത് യൂസ് ചെയ്യണത് മണ്ടത്തരാണ്. അപ്പോൾ നമ്മളത് കൂട്ടത്തികൾ അതുകൂടി മാറണുണ്ട്. അപ്പോൾ ക്ലച്ച് ഡിസ്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തതാണ്, ക്ലീൻ ചെയ്ത് വെച്ചാണ്. നമുക്ക് ക്ലച്ച് ഡിസ്ക് വരുമ്പോൾ ഹീറോൻ്റെയാണ്, കമ്പനി ക്ലച്ച് ഡിസ്ക്കാണ്. നമുക്ക് വരുമ്പോഴത്തേക്ക് 392 രൂപയാണ് കിറ്റ് വരുന്നത്. കിറ്റ് എന്ന് പറയുമ്പോൾ 4 വരും നമുക്ക് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ പ്ലേറ്റ് വരും. പ്ലേറ്റിന് 135 രൂപ ഉണ്ട്. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലച്ച് കവർ ഗ്യാസ്കറ്റ്, ആ പേപ്പർ ഗ്യാസ്കറ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, ആ ഗ്യാസ്കറ്റ് മാറ്റണം. ഇത് ക്ലച്ച് ക്യാമിൻ്റെ ഓറിംഗ് ആണ്. പിന്നെ കിക്കർ സൈഡ് ഓയിൽ സീലാണ്. ഇത്രയായിട്ട് നമുക്ക് മാറ്റിയിടണം. കാരണം ഞാൻ ഈ ഓറിംഗ് ഓയിൽ സീലൊക്കെ എന്ന് പറയുന്നത് നമ്മൾ ഒരു പ്രാവശ്യം അതൊന്ന് സെറ്റ് ചെയ്തിട്ട് 2ാമത് അഴിച്ച് വീണ്ടും അത് തന്നെ യൂസ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ഒരു പക്ഷേ ലീക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ലീക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പിന്നെ അത് അഴിച്ച് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ നിലവിൽ നമുക്കത് ഇല്ലാതിരിക്കാനായിട്ട് നമ്മൾ അഴിക്കുന്ന ഭാഗം ക്ലിയർ ആവാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി നമുക്കിതിന് അത്യാവശ്യം ബാക്കിയത്തെ ലീക്കുകളൊക്കെ ഉണ്ട്. ഹെഡിൻ്റെ അവിടെ ലീക്ക് ഉണ്ട്, സിലിണ്ടർ ഗ്യാസ്കറ്റ് ലീക്ക് ഉണ്ട്. പക്ഷേ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് അഴിക്കുന്ന ഈ ഭാഗത്ത് ലീക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഗ്യാസ്കറ്റ് ഓറിങ് കാര്യങ്ങളൊക്കെ മാറ്റിയിടുന്നത് കേട്ടോ. അപ്പോൾ നിലവിൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണുള്ളൂ. അപ്പോൾ ഞാനതിൻ്റെ ഒരു എസ്റ്റിമേറ്റും കൂടി റെഡി ആക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം, ലെവർ ചാർജ് അടക്കമുള്ളത് കേട്ടോ. ഇത്രയും കേസാണ് മെയിനായിട്ട് ചെയ്യണത്. എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്, ക്ലച്ച് ഡിസ്ക് പ്ലേറ്റ്, അതിനോടനുബന്ധിച്ച് ഗ്യാസ്കറ്റ് ഓറിങ് ഓയിൽ സീൽ, ഇത്ര ഐറ്റംസാണ് നമ്മൾ ചേഞ്ച് ചെയ്യണത്. ഓക്കെ.